എമ്പുരാനെതിരെ വീണ്ടും RSS മുഖവാരിക ഓർഗനൈസർ വർഗീയത വളർത്തുന്ന ആഖ്യാന രീതിയാണ് സിനിമ പിന്തുടരുന്നത് എന്ന ലേഖനം ആവർത്തിക്കുന്നു. അതേസമയം മമ്മൂട്ടി ചിത്രങ്ങളായ ഉണ്ട, ഭീഷ്മപർവം എന്നിവയ്ക്കെതിരെയും ലേഖനത്തിൽ വിമർശനമുണ്ട്. ഗുജറാത്ത് കലാപത്തെ പശ്ചാത്തലമാക്കിയ എമ്പുരാൻ സിനിമയ്ക്കെതിരെ തുടരാക്രമണങ്ങളാണ് RSS മുഖവാരികയായ ഓർഗനൈസർ നടത്തുന്നത്. സിനിമ വർഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കുന്നതാണെന്ന് ഓർഗനൈസർ ലേഖനത്തിൽ ആവർത്തിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന ആഖ്യാനത്തിലൂടെ ഒരു വിഭാഗത്തെ നേരെയുള്ള ഏകപക്ഷീയമായ ആക്രമണമാണ് സിനിമ തുടരുന്നത്. തീവ്രവാദികളെയും അത്തരം സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുന്നു. സർക്കാർ വിരുദ്ധ വികാരമാണ് സിനിമയിലുള്ളതെന്നാണ് സംഘപരിവാറിന്റെ വാദം. രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും ഓർഗനൈസർ ആരോപിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരന്റെ കഥാപാത്രം തീവ്രവാദികളെ ന്യായീകരിക്കുന്നതാണെന്ന് ലേഖനത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. എമ്പുരാനു പുറമെ മലയാളത്തിലെയും തമിഴിലെയും സിനിമകൾ ഇസ്ലാമിക ഭീകരത, ദേശവിരുദ്ധത, മയക്കുമരുന്ന് എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നാണ് ലേഖനത്തിൽ പറഞ്ഞുവെക്കുന്നത്. മമ്മൂട്ടി ചിത്രങ്ങളായ ഭീഷ്മപർവം, ഉണ്ട എന്നിവയെയും RSS മുഖവാരിക ഉന്നം വയ്ക്കുന്നു. ഉണ്ട മാവോയിസത്തെ മഹത്വവൽക്കരിക്കുന്നു. ഭീഷ്മപർവം മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നിങ്ങനെ തുടങ്ങുന്നു ആരോപണങ്ങൾ. 2022 പൃഥ്വിരാജ് സുകുമാരന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും കണ്ടെടുത്തെന്ന് സമർത്ഥിക്കുകയാണ് ലേഖനം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് അന്വേഷിക്കണമെന്നും ലേഖനം ആവർത്തിക്കുന്നു. കൈരളി ന്യൂസ്, ദില്ലി.